ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കനും പൊട്ടറ്റോയും ഒക്കെ വെച്ചിട്ട് കുക്കറിൽ മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ചിക്കൻ കറിയാണ്. സാധാരണ നമ്മൾ കുക്കർ യൂസ് ചെയ്യാണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. വേറെയൊക്കെ മസാലയൊക്കെ നമ്മൾ വഴറ്റിയിട്ട് വേറെ വേവിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഞാൻ കുക്കർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാനിവിടെ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകം അങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിച്ചാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഒരു 10-12 എണ്ണം രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇടുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. 4 സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ടേ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് എടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഗരം മസാലയും കൂടെ ചേർക്കണം, നമുക്ക് പിന്നീട് ചേർക്കാം. ഇപ്പോൾ ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് വലുതായെങ്കിൽ 1 തക്കാളി മതിയാവും. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പുളിയൊന്നും വരത്തില്ല. പഴുത്ത് നോക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് എല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് എടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത്ര വലുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഉടഞ്ഞു പോകത്തുമില്ല. നമുക്കിങ്ങനെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ അങ്ങനെ തന്നെ. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ മതിയാവും. കാരണം നമ്മൾ ചിക്കന് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ പിന്നീട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കർ നന്നായിട്ട് അടച്ചു കൊടുക്കുക. 2 വിസിൽ വന്നാൽ മതിയാവുമേ. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു കൊടുത്തിട്ട് ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്തിടുകയാണ്. അപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ട് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുക. ആവി പോയതിന് ശേഷം നോക്കിയാൽ മതിയാവും. ഇടയ്ക്ക് നമ്മൾ ആവി കളയണ്ട. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് നല്ല റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം. അപ്പോൾ ഇപ്പോൾ എല്ലാം കറിയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഇനിയും വേവിക്കുക എടുക്കുകയൊന്നും വേണ്ട. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കാണുമ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് പിന്നീട് കാണുന്ന ഓൾ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾക്ക് കിട്ടുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇനി താളി ചേർക്കാനാണ് പോകുന്നത്. പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.